ഓരോ പാട്ടിലും അതിൻ്റെതായിട്ടുള്ള ഒരു മൂഡും. അങ്ങനെയാണ് ഏറ്റവും അതിൽ കുറച്ചൊരു പെയിൻ ഫീലിംഗ് ഒരു പാട്ടുണ്ട്, മിഴിയിൽ എന്ന് തുടങ്ങുന്നത്. മിഴിയിലഴലിന്റെ അത് ശരിക്കും പറഞ്ഞാല് പിന്നെ മാളികപ്പുറം എന്ന് പറഞ്ഞ സങ്കല്പത്തിന്റെ അതായത് പരിണയമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു അത് അദ്ദേഹം നന്നായിട്ട് എഴുതി, ഉഗ്രനായിട്ട് എഴുതി. അപ്പൊ എനിക്കൊരു ബാധ്യതയായി നന്നായിട്ടൊരു ട്യൂൺ ചെയ്യണമല്ലോ, അതിനകത്തൊരു ശരിക്കും പെയിനും ഉണ്ടായിരിക്കണം, പാട്ടിലും വേണം, ആലാപനത്തിലും വേണം. അതെ, അപ്പൊ അങ്ങനെയാണ് ആ പാട്ട് ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ. മിഴിയിലഴലിന്റെ കർപ്പൂരമെരിയുമ്പോൾ നിലവിൽ വിരിയുന്നുവോ ശോകം, വാക്കുമറയുന്നുവോ കനലുകളെരിയുന്ന വഴികളിലെങ്ങോ, കനലുകളെരിയുന്ന വഴികളിലെങ്ങോ പരിണയ സ്വപ്നങ്ങൾ പരതിയലഞ്ഞു മനതാരു നീറുമ്പോഴും സ്വാമി നിഴലായി നീ നിന്നു. മിഴിയിലഴലിന്റെ കർപ്പൂരമെരിയുമ്പോൾ നിലവിൽ വിരിയുന്നു ശോകം, വാക്കുമറയുന്നു. ശരിക്കും പ്രദീപേട്ടന് ശബരിമല തീർത്ഥാടന കാലത്ത് ഇത്തരം ആലാപനങ്ങളിലൂടെ, യാത്രയിലൂടെ, ദർശനത്തിലൂടെ ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ഭഗവാന്റെ അനുഗ്രഹം എന്നൊരു ഫീൽ ഉണ്ടാവുമല്ലോ, ഒരു അനുഭൂതി, എങ്ങനെയാണ് അതിനെ വർണ്ണിക്കുക? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഭക്തനാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനെന്നാ നല്ല ഭക്തനാണ്, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഡിവോട്ടി ലൈനിലേക്ക് പോകുന്ന ഒരാളല്ല. പക്ഷെ എനിക്ക് അയ്യപ്പ സന്നിധി അതൊരു വല്ലാത്തൊരു അനുഭൂതി നൽകുന്ന ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നേരം വരിയിൽ നിന്നെങ്കിൽ പോലും അകത്ത് ചെന്നപ്പോൾ ആ ദർശനം കണ്ടപ്പോൾ ഒരുപാട് വല്ലാത്ത ഫീലാണ് ഉണ്ടായത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ് അത്. അങ്ങനെ ഇനിയും വരണമെന്ന് തോന്നിക്കുന്ന ഒരു സന്നിധിയാണ് അയ്യപ്പ സന്നിധി.